ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2054. ഇന്ന് ഓഗസ്റ്റ് മാസം 15-ാം തീയതി 227-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളാണ് ഇന്ന്. ശൂനോയ നോമിന്റെ സമാപനം. ശിമയോൻ എന്ന ജ്ഞാനവൃദ്ധൻ ഒരിക്കൽ മറിയത്തിനൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഒരു ഓർമ്മപ്പെടുത്തലും മറ്റൊരർത്ഥത്തിൽ അതൊരു നല്ലൊരു ആശീർവാദവുമായിരുന്നു, ആശംസ വാചകവുമായിരുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു കിടന്നു. യേശുവിനെ ദേവാലയ സമർപ്പണത്തിന് കൊണ്ടുവന്ന അവസരത്തിലാണ്. ശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് അതൊന്ന് കണ്ടെത്തേണ്ടതാണ്. മറിയയുടെ ജീവിതം ദൈവം ഇടപെട്ട് തുടങ്ങിയ പഴയ കാലം മുതൽ ഇപ്പോഴും ഹൃദയത്തിലൂടെ വാള് കടന്നുപോകുന്ന അനുഭവത്തിലൂടെ തന്നെയാണ്. ഏതൊരാൾ ഇത്തരം ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയ മതിയാവും. ക്രിസ്തുവേശുവിനു വേണ്ടി നിലകൊള്ളുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ഉറപ്പായും അനുഭവിക്കേണ്ട, ഏറ്റെടുക്കേണ്ട ഒരു അനുഭവമാണ് ഹൃദയം പിളർക്കുന്ന അനുഭവം. മറിയം അതിനും നമുക്ക് നല്ലൊരു വഴികാട്ടി മാതൃകയുമായി മാറുന്നു. അത് അവസാനത്തോളം കുരിശിന്റെ ചുവട്ടിൽ എത്തുന്നതുവരെയും മറിയം പാലിച്ചു എന്നുള്ളതാണ്. മാതൃകാപരമായി പിന്തുടർന്നു എന്നുള്ളതാണ്. അവിടം കൊണ്ടും അവസാനിച്ചില്ല. ക്രിസ്തുവിന്റെ അഭാവത്തിൽ, ശാരീരിക അഭാവത്തിൽ, ശിഷ്യന്മാരുടെ ആരംഭ കൂടിവരവുകളിൽ മറിയത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. അത് തുടർന്നിട്ടുണ്ട്. എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തുയേശുവിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ഉണ്ടാകാവുന്ന ഓരോ വാളിന്റെ അനുഭവം മറികടക്കാനായിട്ട്, അതിൽ കുരുങ്ങിയും വീണും പോകാതിരിക്കാനായിട്ട് മറിയ എന്ന അമ്മ വലിയൊരു കൂട്ടായിട്ട്, കാവലായിട്ട്, വാത്സല്യത്തോടെ, കരുണയോടെ, അനുകമ്പയോടെ നമ്മൾ ഓരോരുത്തരുടെയും ഒപ്പമുണ്ട്. മറ്റൊന്ന്, മറിയത്തിന്റെ മരണ ഓർമ്മയുടെയും കൂടി ദിനമാണ്. അമ്മയും മരിച്ചു. ഭൂമിയിലെ മരണം തരുന്ന എല്ലാ വേദനകളെയും മറികടക്കാനായിട്ട് ഒരാശ്വാസത്തിന്റെ അനുഭവമായിട്ട് മറിയമുണ്ട്. ഒപ്പം ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ആയിരിക്കുന്ന ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ എപ്പോഴും, അതുമല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും അവനവന്റെ മരണത്തെ ഒന്ന് കാര്യമായി ധ്യാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതും ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുന്ന അനുഭവം തന്നെയാണ്. അവനവനും ഒരു നാൾ നിശ്ചലമാകും. അതുവരെയുള്ളൂ ഓരോരുത്തരുടെയും ചെയ്തികൾ, ഓരോരുത്തരുടെയും ജീവിതം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും കൂടിയാണ്. കുറെ കൂടി ഒരു ഉൾസ്വാതന്ത്ര്യം ഹൃദയത്തിന് അനുഭവിപ്പാനായിട്ട്, മനസ്സിനുണ്ടാകാനായിട്ട്, നിലപാടുകൾക്കുണ്ടാകാനായിട്ട്, പ്രവർത്തന മേഖലകൾക്കുണ്ടാവാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, കൊല്ലപ്പെട്ട, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായ എല്ലാവരും നമുക്കൊന്ന് ആദരവോടെ ഓർക്കുകയും ചെയ്യാം. വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാളിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും ആദരവോടെ നേരുന്നു. ആമേൻ.